ഈ മഹത്തായ ജനസഞ്ചയത്തെ കാണുമ്പോൾ 2007 ഫെബ്രുവരി 17 ഡൽഹിയിൽ ബാംഗ്ലൂരിൽ നടന്ന എംപവർ ഇന്ത്യ കോൺഫറൻസാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അസാധാരണമായ ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ ചേർന്ന കോൺഫറൻസിൽ രണ്ട് പ്രമുഖരായ വിദേശ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. രണ്ടുപേരും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മോട് വിട പറഞ്ഞു. ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ വശങ്ങളെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുള്ള ഫലസ്തീൻ വിമോചനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന യാസിർ അറഫാത്തുമായും യാസിർ അറഫാത്ത് ഒരു ഭീകരനാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഗോൾഡ മേയറുമായും ഒരേ സമയം സൗഹൃദം പുലർത്തുകയും എന്നാൽ അപ്പോഴൊക്കെ യഹൂദർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സയണിസമാണ് എന്ന് കൃത്യമായി വാദിക്കുകയും ചെയ്തിരുന്ന അലൻ ഹാർട്ട് അദ്ദേഹം ഏതാണ്ട് 8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയത്. അതോടൊപ്പം അമേരിക്കയിൽ നിന്ന് 14 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അലി ഹുദാരി എന്ന് പറയുന്ന കറുത്ത മുസ്ലിങ്ങളുടെ ഒരു നേതാവുണ്ടായിരുന്നു. രണ്ടുപേരെയും ഞങ്ങൾ ടെലിഫോണിലാണ് വിളിക്കുന്നത്. ഇമെയിലൂടെ വിശദമായ വിവരങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അന്ന് ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ ഒരു പുതിയ പാത തെളിയിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെ ഒന്നിച്ചു ചേർത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, വിചിത്രമായ അത്ഭുതകരമായ ഒരു പേര് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു കോൺഫറൻസ്, എംപവർ ഇന്ത്യ കോൺഫറൻസ്. ആ പേരില് വളരെ പ്രതീകാത്മകമായ അർത്ഥമുള്ള ഒരു പേരാണ് എംപവർ ഇന്ത്യ കോൺഫറൻസ്. കാരണം 1930-കളില് പിന്നീട് RSSന്റെ രണ്ടാമത്തെ സർസംഘ ചാലകനായിരുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ എഴുതിയ ഒരു പുസ്തകത്തില് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൽ, ആ രാജ്യത്തിന് പുറത്താണ് 3 പേരുണ്ടായിരുന്നത്, 3 ജനവിഭാഗങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. എംപവർ ഇന്ത്യ കോൺഫറൻസ് എന്ന് പേരിടാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. പുറത്താക്കപ്പെട്ട 3 പേരിൽ ഒന്ന് മുസ്ലിം, രണ്ടാമത്തത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ 1% താഴെ പോലും ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന ക്രിസ്ത്യാനികൾ, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകൾ. ഈ പറയുന്ന 3 വിഭാഗങ്ങളും ഇല്ലാത്ത ഒരു രാജ്യത്തെ സ്വപ്നം കാണുകയും അതിനുവേണ്ടി 1942 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്വയം സേവകന്മാർ ആ സമരത്തിൽ പങ്കെടുക്കരുതെന്നും
അവര് കൂടുതൽ നിർണായകമായ ഒരു പോരാട്ടത്തിന് തയ്യാറായിരിക്കണമെന്നും എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റിത്ത സമരത്തെ ഒറ്റിക്കൊടുത്ത അതേ RSSന്റെ നേതാക്കന്മാര് ഈ മൂന്ന് പേരുമില്ലാത്ത ഒരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 1925 തൊട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മൂന്ന് പേരും അതിനപ്പുറമുള്ള ജനവിഭാഗങ്ങളും ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 1950 നമ്മൾ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയപ്പോ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കാണാപ്പാടമുള്ള ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. മറ്റു പല ആളുകളും ആ ആമുഖത്തെ പറ്റി ചിന്തിച്ചു പോലും ഉണ്ടാകില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യക്കാർ ജനാധിപത്യത്തിന്റെയും പൗരാവകാശങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്നതായി ഇവിടെ പ്രതിജ്ഞയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനക്കെതിരായി എന്തൊക്കെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ അത് മുഴുവൻ നടത്തിയിട്ടുള്ള വിഭാഗമാണ് ഈ മൂന്ന് പേരുമില്ലാത്ത ഇന്ത്യ സ്വപ്നം കണ്ടിരുന്ന വിഭാഗം. അതുകൊണ്ട് തന്നെ 1990കളുടെ ആദ്യത്തില് മലബാറിലെ ഒരു ചെറിയ പട്ടണത്തില് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് രൂപം കൊടുത്തപ്പോ അന്ന് തൊട്ട് ഞങ്ങളാണ് ഇന്ത്യ എന്ന് NDF-കാർ പറയുകയും അത് പറയുന്നതിനുള്ള ധൈര്യം മറ്റ് ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2007 ബാംഗ്ലൂരിലെ കോൺഫറൻസിന്റെ പേര് തന്നെ ഇന്ത്യയെ ശക്തമാക്കുക എന്നായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമായി എനിക്ക് തോന്നുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന കാലഘട്ടം സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പക്ഷപാതിത്വമില്ലാതെ ഇന്ത്യയുടെ ശാക്തീകരണത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പക്ഷപാതരഹിതമായി അപഗ്രഥനം നടത്തുന്ന ഒരു ചരിത്രകാരൻ സ്വാഭാവികമായിരുന്നു. 1990കൾക്ക് ശേഷമുള്ള ഇന്ത്യയിലെ നിർണായകമായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ രേഖപ്പെടുത്തി വെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇൻഷാ അല്ലാഹ്. കാരണം അതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എന്റെ സുഹൃത്ത് നാസറുദ്ദീൻ എളമരം സാഹിബ് പറഞ്ഞു, അതൊരു നവോത്ഥാനത്തിന്റെ ഏത് തരത്തിലുള്ള നവോത്ഥാനമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, 2019 തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ദളിത് നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ദളിത് വിമോചനത്തിന്റെ വിപ്ലവകരമായ പ്രതീകമെന്ന നിലക്ക് ഉത്തർപ്രദേശില് മുഖ്യമന്ത്രിയായിരുന്ന മായാവതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങള് മൊത്തമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളോട് അനൽപമായ സ്നേഹമുള്ള തെലുഗുദേശം പാർട്ടിയുടെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി അദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ചർച്ചകളും നടക്കുമ്പോൾ ഇന്ത്യയിലെ വോട്ടർമാരിൽ, ഇന്ത്യയിലെ ജനസംഖ്യയിലെ ഏതാണ്ട് 15 കോടിയിലധികം വരുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. കാരണം ആ ജനവിഭാഗം ഇപ്പോഴും ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നതിന് ആ ജനവിഭാഗത്തിന്റെ നേതാക്കന്മാർക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് പുൽവാമയിൽ, കശ്മീരിലെ പുൽവാമയിൽ 47 CRPF ജവാന്മാർ 20-കാരനായ ഒരു യുവാവിന്റെ, ആദിൽ മുഹമ്മദ് ദർ എന്ന് പറയുന്ന യുവാവ്, ആ യുവാവ് നടത്തിയ
ഒരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ, മരണമടഞ്ഞപ്പോൾ വല്ലാതെ രാജ്യസ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീരമൃത്യു വരിച്ചവർ എന്ന് പറയാം. മരണമടഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലെ ചില മൗലാനമാർക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് രാവിലെ മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് മുമ്പിൽ വെച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ കാണുന്ന ദേശഭക്തി ഗാനങ്ങൾ കഠോരമായ രീതിയിൽ ആലപിക്കുന്നതിന്റെ വിഷ്വൽസ് വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി പെട്ടെന്ന് ചില മത നേതാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും എന്തുകൊണ്ടാണ് രാജ്യസ്നേഹം വന്നത്? രാജ്യസ്നേഹമായിരുന്നില്ല അത് യഥാർത്ഥത്തിൽ ഭീതി. പുരപ്പുറത്തുകാര് രാജ്യസ്നേഹം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ സംശയിക്കുമോ എന്ന ഭയത്തിൽ നിന്ന് വരുന്ന ഭീതിയാണത്. ആ ഭീതി കൊണ്ട് തന്നെയാണ് ആദിൽ അഹമ്മദ് ദർ എന്ന് പറയുന്ന 20-കാരനായ ചെറുപ്പക്കാരൻ ഒരു വലിയ അക്രമം കാണിച്ചപ്പോ അതുവരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാത്ത ആളുകള് നമ്മുടെ രാവിലെ ആകാശവാണിയിൽ കേൾക്കുന്നത് പോലെയുള്ള ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നത്. അത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ മൗനികളായിരിക്കുമ്പോൾ, നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ അക്രമത്തിന്റെയും വംശീയതയുടെയും ശക്തികൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുകയും നിങ്ങളുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് വരെ പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങൾ ധൈര്യത്തോടുകൂടി നാട്ടിന്റെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ, നിങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ കശ്മീർ താഴ്വരയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നതിന് മനുഷ്യരുണ്ടാവും. ആദിൽ മുഹമ്മദ് ദർ 20-കാരനായ ഒരു യുവാവ്, അദ്ദേഹം +2 പഠിക്കുന്ന അവസരത്തില് വീട്ടിലേക്ക് പോകുമ്പോ സുരക്ഷാബലന്മാർ അയാളെ തടഞ്ഞു നിർത്തുന്നു. ഇത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിശ്വസ്തമായ രീതിയിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഏജൻസി തടഞ്ഞു നിർത്തിയിട്ട് അയാളോട് അയാൾ മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കാൻ പറയുന്നു. നിലത്ത് ക്ഷ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അവർക്ക് മലയാള ഭാഷയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ് ക്ഷ എന്നത്. അത് കഴിഞ്ഞിട്ട് ആ പയ്യനോട് ആ ജീപ്പിന്റെ ചുറ്റും മൂക്കുരച്ച് നടക്കാൻ പറയുന്നു. ആ പയ്യന്റെ പിതാവ് വളരെ സങ്കടത്തോടുകൂടി ഈ സംഭവം നടന്നതിന് ശേഷം റോയിറ്റർ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തില് അന്ന് തൊട്ട് വളരെ അസ്വസ്ഥനായിരുന്നു എന്റെ മകൻ. കാരണം അപമാനമാണ്. നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും ചിലപ്പോൾ നിങ്ങളെ അടിമകളാക്കി മാറ്റുന്ന അപമാനമായിരിക്കും നിങ്ങളിൽ തീച്ചാടുകൾ ഉണ്ടാക്കുക. അപമാനമാണ്. 1916 ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ച ബുർഹാൻ വാനി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വയസ്സ് 22. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നീട് അവിടെയുള്ള ഏതോ ഒരു സായുധ സംഘത്തിൽ അംഗമായി ചെയ്തു. എന്തായിരുന്നു കാരണം? താഴ്വരയിലെ മുസ്ലിങ്ങളോട് സുരക്ഷാ സേനകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കീഴടക്കി വെച്ചിരിക്കുന്ന സൈനിക വിഭാഗങ്ങൾ അത്ര മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ജനതയും ദീർഘകാലത്തേക്ക് അപമാനം സഹിക്കുകയില്ല. നമുക്ക് തോന്നും ജനതകള് കുറെ കാലം അപമാനിതരായി ജീവിക്കുമ്പോൾ അവർ അടിമകളായി മാറുമെന്ന്. എന്നാൽ ചരിത്രം അങ്ങനെയല്ല പറയുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി തന്റെ 56 ഇഞ്ച് വലുപ്പമുള്ള നെഞ്ചളവുമായി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കാശ്മീരിൽ സൈനിക നടപടികളിലൂടെ കാശ്മീരിലെ പ്രക്ഷോഭം തകർത്തിക്കളയാമെന്ന് വിചാരിച്ച് പ്രസ്താവന ഇറക്കിക്കൊണ്ട്
കശ്മീരിലേക്ക് ചെന്നപ്പോ അദ്ദേഹത്തെ കാണാൻ കശ്മീരികളായ നേതാക്കന്മാർ വരെ, ഡൽഹിയിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതുന്ന കശ്മീരി നേതാക്കന്മാരെ കാണാൻ തയ്യാറായില്ല. 2014 സൈനികമായ നടപടികളിലൂടെ മാത്രം, ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലൂടെ മാത്രം കശ്മീരിലും അതേപോലെയുള്ള പ്രദേശങ്ങളിലും മണിപ്പൂരിലും മിസോറാമിലുമൊക്കെയുള്ള അഫ്സ്പ എന്ന് പറയുന്ന അതിപ്രാകൃതമെന്ന് പൊതുവിൽ വിശേഷിക്കപ്പെടുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ, ആ നാട്ടിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ തച്ചു തകർത്തി കളയാമെന്ന പ്രതീക്ഷയുടെ എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ 2016 നരേന്ദ്രമോദി അധികാരത്തിലേറുകയും സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് കശ്മീരിലെ ആക്രമണങ്ങൾ കൂടുന്നത്. ഒരു വ്യത്യാസവും കൂടി ഉണ്ടായിരുന്നു. കശ്മീരിലെ തദ്ദേശീയരായിട്ടുള്ള സായുധ സംഘങ്ങളുടെ എണ്ണം, സായുധ സംഘങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരുന്നു. നാട്ടിൽ നിന്ന് സായുധ സമരത്തിന് തയ്യാറെടുക്കുന്ന സംഘങ്ങളിൽ ചേരുന്നതിന് ചെറുപ്പക്കാർ തയ്യാറാവാത്ത ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ചെറുപ്പക്കാര് ഇത്തരം സായുധ സംഘങ്ങളിലേക്ക് ചേരുന്നു. അവർ ആയുധമെടുക്കുന്നതിന് തയ്യാറാകുന്നു. അവർക്ക് ആയുധ പരിശീലനം കിട്ടുന്ന ഏജൻസികൾ ഏതാണോ അവിടേക്ക് ആ ഏജൻസികളിലെ സഹായം തുടങ്ങുന്നു. അതുകൊണ്ട് 2014 തൊട്ട് 2019 വരെയായുള്ള 5 വർഷങ്ങളിലായി ഇതിനു മുമ്പ് കാണാത്ത അർത്ഥത്തിലുള്ള പ്രക്ഷോഭം, ഇതിനു മുമ്പ് കാണാത്ത അർത്ഥത്തിലുള്ള ആക്രമണങ്ങളും കശ്മീരിലുണ്ടാവുന്നു. അത് മാത്രമല്ല, കശ്മീരിൽ ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമ്മുടെ സാധാരണ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാറില്ല. ഇസ്രായേലിന്റെ മൊസാദ് ഫലസ്തീൻകാരെ കൈകാര്യം ചെയ്യുന്നതിന് പലതരത്തിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ച് അവസാനം മുന്നോട്ട് പോകുന്നതിന് യാതൊരു സാധ്യതയുമില്ലാത്ത അർത്ഥത്തില് ഫലസ്തീൻകാരുമായി രാജിയാകുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ പോലെയുള്ള ഒരു ഭീകര പ്രധാനമന്ത്രി. ഭീകരൻ എന്ന പ്രയോഗം എവിടെയെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഇസ്രായേലി ഏജന്റുമാര് കശ്മീരിൽ സൈനികമായി ഉപദേശം കൊടുക്കുകയും മുമ്പ് കാണാത്ത വിധത്തിലുള്ള പെല്ലറ്റ് ബോംബുകൾ ഉപയോഗിച്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെല്ലറ്റ് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് 10-15 വയസ്സായ സ്കൂൾ വിദ്യാർത്ഥികളുടെ വരെ കണ്ണ് നഷ്ടപ്പെടുന്ന അർത്ഥത്തിലുള്ള ആക്രമണങ്ങൾ, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് അവിടെ കൂടുതൽ സങ്കീർണമായ സംഘർഷഭരിതമായ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ ഒരു ഉപോൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ ഓരോ വർഷവും ജനങ്ങൾ ഈ സായുധ പരിശീലനം നേടിയിട്ടുള്ള യുവാക്കൾക്ക് സഹായം നൽകുന്നു. ജനങ്ങൾ തന്നെ സഹായം നൽകുന്നു. ജനങ്ങൾ അവർക്ക് അഭയം നൽകുന്നു, രക്ഷ നൽകുന്നു. അതിന്റെ ഭാഗമായി മൊത്തം കശ്മീരിൽ കൊല്ലപ്പെട്ട ജനങ്ങളിൽ പകുതിയും സിവിലിയന്മാരാണ്. പക്ഷേ നമ്മുടെ ജനറൽ ബിപിൻ റാവത്ത് പറയുന്നത് അവർ സിവിലിയന്മാരല്ല. സാധാരണ മനുഷ്യർക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ സിവിലിയന്മാർ എന്ന് പറയാം. ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ വൈകുന്നേരം ഭക്ഷണത്തിലുള്ള വകയുമായി വീട്ടിലേക്ക് പോകുന്ന, സായാഹ്നങ്ങളിൽ പാകിസ്ഥാൻ ടിവിയോ ഇന്ത്യൻ ടിവിയോ കണ്ടിട്ട് ആഹ്ലാദിക്കുന്ന, ഈ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ ബോധം വേണ്ടത്തെ ഇല്ലെന്ന് കരുതുന്ന ആ സാധാരണ മനുഷ്യര്, ഈ പറയുന്ന യുവാക്കൾക്ക്, ബുർഹാൻ വാനി ആയിരുന്നാലും ആദിൽ മുഹമ്മദ് ദർ ആയിരുന്നാലും, ശ്രീനഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായ
ആ പ്രൊഫസറായിരുന്നാലും അവർക്ക് അഭയം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ സംരക്ഷിക്കുന്നതിന് തെരുവിലിറങ്ങുകയും അതിനിടയിൽ വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു. സ്കൂൾ വിദ്യാർത്ഥികളാണ് വെടിയേറ്റ് മരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് വളരെ മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിർഭാഗ്യം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവചിക്കുന്നത് പോലെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു, ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫാഷിസമാണ്. മറ്റ് ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫാഷിസമാണത്. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫാഷിസം, അതാണ് ഈ രാജ്യത്തെ കുഴപ്പത്തിലാക്കാൻ പോകുന്നത്. ആ ഫാഷിസവും ഇന്ത്യയിലെ നവലിബറൽ മുതലാളിമാരും കൂടി ചേർന്നിട്ടുള്ള ഒരു അവിശുദ്ധ സഖ്യം ഇന്ത്യയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് അത് തകർക്കുന്നതിന് മുൻകൈ എടുത്തിരിക്കുന്ന, ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നതിന് കാശില്ലാതെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ലാൽ കൃഷ്ണ അദ്വാനി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മസ്ജിദ് വിധ്വംസനം. ആ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു സന്ദേശം നൽകുകയായിരുന്നു. ക്ലിയറാണ്, വളരെ വ്യക്തമായ സന്ദേശം. നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അത്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലാത്ത രീതിയിൽ, നിങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ, അതൊരു പള്ളി പൊളിക്കൽ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന്റെ അന്തസ്സിന്റെയും മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെയും, ഇന്ത്യ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ ഞാൻ, ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഗോത്രവർഗക്കാരും ഒക്കെ ചേർന്ന ഒരു വലിയ സമുച്ചയമാക്കി മാറ്റിയതിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. 1947 വിഭജനമുണ്ടായതിനു ശേഷമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതുവരെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം, ദ ഐഡിയ ഓഫ് ഇന്ത്യ, പോപ്പുലർ ഫ്രണ്ടിന്റെ ലഘുലേഖയുടെ പേര് തന്നെ ദ ഐഡിയ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ദ ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തില് മുസ്ലിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്. ആ ശക്തിയെ നശിപ്പിക്കുന്നതിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ചെറിയ ലാഞ്ചന പോലും നിങ്ങളിൽ വളർന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്കാലത്തും അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതാ ഞങ്ങള് വെല്ലുവിളിച്ചുകൊണ്ട്, ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട്, പട്ടാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, TV ക്യാമറകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളിതാ 3 കുബ്ബകൾ പൊളിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദരിദ്രരായ മനുഷ്യരെ രാജ്യത്തിന്റെ വികസനത്തിൽ നിന്നും വളർച്ചയിൽ നിന്നും അതുവഴി ഉണ്ടാവുന്ന പട്ടിണിയിൽ നിന്നും മോചനത്തിൽ നിന്നും ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ മാറ്റി നിർത്തുക എന്നതും കൂടി അതിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് 92 ഡിസംബർ 6 ശേഷം ഇന്ത്യയിൽ നടപ്പിലായ നവമുതലാളിത്ത നടപടികൾ മൂലം അതുവരെ ഈ ശതകോടീശ്വരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഡോളർ ബില്യനേഴ്സ് എന്ന് പറയും. $100 കോടി ഉള്ള, $100 കോടി കൈവശമുള്ള ആള്, ഏതാണ്ട് $6500 കോടി കൈവശമുള്ള ഒരാൾ. അങ്ങനെയുള്ള ഡോളർ ബില്യനെയർമാരുടെ എണ്ണം ഇന്ത്യയിൽ വരാൻ തുടങ്ങി. അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അത് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അതിന് സമാന്തരമായി ദളിതുകള്, മുസ്ലിങ്ങള്, ഗോത്രനിവാസികള്, പിന്നോക്ക ജാതിയിൽപ്പെട്ട പരമദരിദ്രരായ മനുഷ്യര് കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു. 2 കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഈ അസമത്വത്തെ കുറിച്ച് സർവേ നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു കണക്ക്, അഖില ലോക തലത്തിൽ നടന്ന കണക്ക്. ആ കണക്കിൽ പറയുന്നു, ഇന്ത്യയിലെ മൊത്തം വിഭവത്തിന്റെ 60% കൈവശം വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ മൊത്തം വിഭവത്തിന്റെ 60% കൈവശം വെച്ചിരിക്കുന്നത് ഏതാണ്ട് 100-ലധികം വരുന്ന
കുടുംബങ്ങളാണ്, സവർണ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ, ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങൾ, അവരാണ് കൈവശം വെച്ചിരിക്കുന്നത്. മാത്രമല്ല ബാക്കി 40%, ബാക്കിയുള്ള എല്ലാ ആളുകളും കൂടി ചേർന്നവർക്ക് കിട്ടുന്നത് 40%. അത് നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയപ്പോ ഓരോ ദിവസവും ഓരോ നിമിഷവും അത് വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നപ്പോ നമുക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആളുകൾ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് യാതൊരു സെക്യൂരിറ്റിയും കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ കൈവശപ്പെടുത്തിയിട്ട് വളരെ കൂളായി യാതൊരു പരിഭവമില്ലാതെ രാജ്യം വിടും. നമുക്കൊക്കെ മനസ്സിൽ കാണാൻ പോലും പറ്റാത്ത അത്ര വലിയ തുകയുമായിട്ടാണ് ആളുകൾ അപ്രത്യക്ഷമാകുന്നത്. അതിൽ ഈ വിജയ് മല്ലയ്യ എന്നൊക്കെ പറഞ്ഞ ആള് ചെറിയ പ്രാണിയാണ്, അയാൾ കൂടി 1000 കോടിയോ അല്ലേ ഉള്ളൂ. അതിനപ്പുറം 20,000 കോടി 30,000 കോടി രൂപ അപ്രത്യക്ഷമാകുന്നു. അപ്രത്യക്ഷമാകിയിട്ട് അവര് ഇന്ത്യക്ക് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും നിന്ന് കാശ് കൊടുത്ത് പൗരത്വം വാങ്ങിയിട്ട് ഇന്ത്യ ഗവൺമെന്റിന് വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി നേരിടുന്നതിന് 56 ഇഞ്ച് നെഞ്ചളവുള്ള നമ്മുടെ നരേന്ദ്രമോദിക്ക് സാധിക്കുകയില്ല. കാരണം നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യനായിട്ടുള്ള ഗുജറാത്തിയായ അമിത്ഷായുടെ പാർട്ടി ഫണ്ടിലേക്കാണ് ഇങ്ങനെ പോയിരിക്കുന്ന സംഖ്യയിൽ ഒരു ഗണ്യമായ ഭാഗം വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകളുടെ ലിസ്റ്റിൽ ഇതിനു മുമ്പ് 1ാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. പിന്നെ ഈ രാഹുൽ ഗാന്ധി ഒക്കെ വന്നപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി ഇയാളെ കൊണ്ട് ഒരു കാര്യമില്ലാന്ന്. ഇപ്പൊ അവർ ശരിയായിട്ടുണ്ട് ആകോട്ടെ. പിന്നെ വന്നപ്പോ കോൺഗ്രസ് താഴോട്ട് പോകുന്നു. പകരം കയറിയിരിക്കുന്നത് BJP ആണ്. 400 കോടി 500 കോടി രൂപ ഇത്തരത്തിലുള്ള വലിയ വലിയ കമ്പനികൾ, അത് ഈ മുകേഷ് അംബാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദാനി പോലെയുള്ള വലിയ സമ്പന്നന്മാരായ ആളുകള് BJP നൽകുന്നു. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സംഭാവന കൂടി വരുന്നുണ്ട്. ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിട്ട് അധികാരത്തിൽ വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് മുഴുവൻ ഇവരുടെ കയ്യിലേക്ക് പോയി. രാജ്യത്തിലെ തൊഴിലില്ലായ്മയെ കുറിച്ച് ഇപ്പൊ ആരും സംസാരിക്കുന്ന പോലുമില്ല. 60% 50%, 55.6%, 57.8%, അതല്ല 59% 60%, 61.8%. ഒരു സംഗതി നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അത് തന്നെയാണ് പറയുന്നത്. തൊഴിലില്ലായ്മയെ കുറിച്ച് ആരും സംസാരിക്കാത്ത വിധത്തില് ജനങ്ങള് നാട്ടില് പട്ടിണി കാരണം ആത്മഹത്യ ചെയ്യുകയും കർഷകര് അവർ സാധാരണ വിളകൾക്ക് പ്രാണിശല്യം തടയുന്നതിന് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന പെസ്റ്റിസൈഡുകള്, വലിയ വിഷമുള്ള ദ്രാവകങ്ങൾ കഴിച്ച് ആത്മഹത്യയും ചെയ്യുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ കർഷകന്മാർ ആത്മഹത്യ ചെയ്തു. അതിനോടൊപ്പം തന്നെ നേരത്തെ ഉദ്ഘാടന പ്രവാസിക്കാൻ പറഞ്ഞതുപോലെ ഭയത്തിന്റെ ഒരു വലിയ തണുത്ത ഒരു കരിമ്പടം നമ്മുടെ മനസ്സുകളിലേക്ക് മുഴുവൻ വരികയാണ്. അതുകൊണ്ടാണ് നേരത്തെ മൗലാനമാരെ ദേശഭക്തി ഗാനങ്ങൾ ആചരിച്ചത് പാടിയത് ഞാൻ പറഞ്ഞത്. എന്താണ് നടക്കുന്നത് എന്ന് സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറയാനുള്ള ധൈര്യം കാണിക്കുന്നതിന് പകരം ചിന്തിക്കുന്നതിന് പോലും വിലക്ക് വരുന്ന രീതിയിൽ പുതിയ പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ രാജ്യത്ത് വന്നു കഴിഞ്ഞു. 10 ഏജൻസികളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഈ വാട്സപ്പ് ഉപയോഗിക്കുകയും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന അതേ നിമിഷം നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് സന്ദേശം അയക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, നിങ്ങളുടെ ഭാഷ എന്താണ്, നിങ്ങളുടെ വസ്ത്രധാരണ രീതി എന്താണ്, നിങ്ങൾ എത്ര കാശാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, അത് മുഴുവൻ, അത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആണെങ്കിൽ അപ്പോൾ തന്നെ നിരീക്ഷിക്കുന്നതിനായി 10 ഏജൻസികൾക്ക് ലോകത്ത് എവിടെയും കാണാത്ത
തരത്തില് 10 ഏജൻസികൾക്ക് നിങ്ങളുടെ സമ്മതം കൂടാതെ, അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ സമ്മതം കൂടാതെ, നിങ്ങളുടെ അറിവ് കൂടാതെ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിനുള്ള ഒരു സംവിധാനം നരേന്ദ്രമോദി കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ സാധാരണ നിലയ്ക്ക് ചിന്തിക്കാത്ത രീതിയിൽ ചൈനയിൽ കാണുന്നത് പോലെ, ചൈനയിൽ ഏകകക്ഷി ഭരണമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ബാക്കി ആളുകൾ എന്ത് പറഞ്ഞാലും പാർട്ടിയാണ് അന്തിമമായി ഒരു നിയമം. ഇന്ത്യയിലുള്ളതുപോലെ നീതിന്യായ വ്യവസ്ഥ, ആ അർത്ഥത്തിലുള്ള നീതിന്യായ വ്യവസ്ഥ ചൈനയിലില്ല. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ട് നിയമം അന്നേരമാണ് പറയുന്നത്. അതാണ് നിയമം. എന്നാൽ ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അത് നേരത്തെ എങ്ങനെ ഉപയോഗിച്ചതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ജാർഖണ്ഡിൽ ആദ്യമായിട്ട് 10-16, അതും ഏത് ജാതി സംഘടന എന്നറിയോ, 16 സംഘടനകളെ നിയോഗിച്ചത് മിക്കവാറും മാവോയിസ്റ്റ് സംഘടനകളാണ്. നിങ്ങൾക്കറിയാലോ, മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ളൊരു വിഭാഗം, ചരിത്രത്തെ കുറിച്ചൊക്കെ ഭയങ്കര വിവരമുള്ള ആളുകൾ. അവരോട് സംസാരിച്ചാൽ 2200 എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ നടന്നോളൊന്നുമില്ല, പറഞ്ഞു തരും. അങ്ങനെയുള്ള ബുദ്ധിശാലികളായ വിഭാഗങ്ങൾ. അങ്ങനെ 16 സംഘടനകൾ നിരോധിച്ചപ്പോ അത്തരം സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ് 90-കാരനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ ഇപ്പോൾ ജയിലിലിട്ടുണ്ട്. പക്ഷെ ഈ 16 സംഘടനകളും അതിനെതിരായിട്ട് നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ താരതമ്യേന നിസ്സഹായരായ മനുഷ്യര്, അവർ റാഞ്ചിയിൽ നിന്ന് 400-500 കിലോമീറ്റർ അകലെ പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഉള്ളത്. റാഞ്ചിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലത്തുള്ള ആ കുട്ടികള് 2 കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, നിയമപരമായിട്ട് നേരിടുന്നതിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിയമ സമര വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി അവർ നേരിടാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ തീരുമാനവും വളരെ ശ്രദ്ധേയമായിരുന്നു. അവർ ജയിലിൽ പോകുവാനും വേണമെങ്കിൽ ജയിലിൽ പോകാനും തീരുമാനിച്ചു. അതാണ്, ജയിലിൽ പോകാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു ഭരണകൂടം 2 പ്രാവശ്യം നിങ്ങളെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാര്, ഞാൻ നസറുദ്ദീൻ സാഹിബായിട്ട് കോഴിക്കോട് നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് വരുമ്പോൾ പലതും സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലുള്ള ചില കേസുകളിലൊക്കെ പെട്ട് ജയിലിൽ പോയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാര്, ആ പ്രവർത്തകന്മാരെ പറ്റി ജയിൽ വാർഡന്മാർക്ക് വലിയ മതിപ്പാണ്. വലിയ മതിപ്പ് എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, അങ്ങനെ ചില മതിപ്പൊക്കെ ഉണ്ടാവും, അതുണ്ടാവും ചെയ്യും. ഇങ്ങോട്ട് മലപ്പുറമാണെങ്കിൽ അങ്ങോട്ട് മലപ്പുറം എന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രീതി. അതല്ലത്, അവര് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവരതിനിടയിൽ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളും എടുത്തു. അതാണ്, അതിൽ MBA എടുത്ത് പുറത്തായവരുണ്ട്. സർക്കാർ നൽകുന്ന ആയുഷ് എന്ന് പറയുന്ന സർക്കാരിന്റെ ആരോഗ്യ വിഭാഗം നൽകുന്ന യോഗാഭ്യാസ സർട്ടിഫിക്കറ്റ്. അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് 2, 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ട് അവർ പുറത്തു വരുന്നത്. അത്തരം ആത്മവിശ്വാസമുള്ള ഒരു വിഭാഗത്തെ ജാർഖണ്ഡില് വളർന്നു വരുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ജാർഖണ്ഡ് ഗവൺമെന്റിനെ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. ഹൈക്കോടതി നിരോധനം നീക്കിയപ്പോ എല്ലാ ബുദ്ധിജീവികളായുള്ള RSSകാരും ബ്യൂറോക്രാറ്റുകളും IASകാരും IPSകാരും സമ്മേളിച്ചിട്ട് അതേ നിരോധനോത്തരവിൽ 4 പാരഗ്രാഫ് നുണയും കൂടി ചേർത്തിട്ട് ഇപ്പൊ കൊടുത്തിരിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഒരു പോലീസ് ഓഫീസർ DSPയോ മറ്റോ ആയിട്ടുള്ള ഒരാള്, ഡിസ്ട്രിക്ട് കമ്മീഷണറൊക്കെ പറയുന്ന ഒരാള്, നമ്മുടെ ഈ കേരളത്തിലെ മാതിരിയല്ല മറ്റു നാടുകളിലൊക്കെ. കേരളത്തിലെ ജനങ്ങളും വളരെ മാന്യന്മാരാണ്, അതിനനുസരിച്ച് പോലീസുകാരും വളരെ മാന്യന്മാരാണ്. എന്നാൽ മറ്റു ചില പ്രദേശങ്ങളിൽ അങ്ങനെയല്ല. അവിടെ പോലീസുകാർ പറയുന്നതാണ് നിയമം. അങ്ങനെ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് കമ്മീഷണർക്ക് എതിരായിട്ട് കേസ് കൊടുക്കാനുള്ള ധൈര്യം
പോപ്പുലർ ഫ്രണ്ടുകാർക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല ജാർഖണ്ഡിൽ. കമ്മീഷണർ വളരെ ദുരിതത്തിൽ നമുക്കറിയാലോ. നിയമലംഘനം നടത്തുന്നത് ആരായിരുന്നാലും, പോലീസായിരുന്നാലും, പട്ടാളായിരുന്നാലും, സാധാരണ ജനങ്ങളായിരുന്നാലും, നിയമലംഘനം നടത്തിയാൽ നിയമലംഘനം നടത്തുന്നതിനെതിരായിട്ട് നടപടിക്ക് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിയമലംഘനം താരതമ്യേന കുറയും. അതുകൊണ്ട് സഹിക്കവയ്യാതെയാണ് വീണ്ടും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നും ഏതായാലും പാക്കൂരിൽ നമ്മുടെ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു പരിഭ്രമം ഉണ്ടാവുമെന്ന് തോന്നാൻ സാധ്യതയില്ല. അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവര് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരെക്കാളും ആത്മവിശ്വാസത്തിലാണ്. ആരും പരിഭ്രമിക്കുന്നുമില്ല. അടുത്തതിൽ വേറെ നിയമങ്ങൾ വരും. പക്ഷെ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നു പല ഭാഗങ്ങളിലും. ഇത് ജാർഖണ്ഡിൽ മാത്രമല്ല, മറ്റു പല പ്രദേശങ്ങളിലും. ഉത്തർപ്രദേശിലൊക്കെ നമ്മുടെ അംഗങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ്. രാജസ്ഥാനില് താരതമ്യേന ഭേദമാണ്. ബീഹാറിൽ അതേപോലെ കുറവാണ്. പക്ഷെ കുറവുള്ള സ്ഥലങ്ങളിൽ പോലും ആത്മവിശ്വാസത്തോടെ ഭയമില്ലാതെ ജയിലിൽ പോകുന്നതിന് മടിയില്ലാത്ത ഒരു ജനവിഭാഗത്തെ വളർത്തിയെടുത്തു എന്നതുകൊണ്ടാണ് 2007 ഫെബ്രുവരി മാസം 17-ാം തീയതി, ഞാൻ പറഞ്ഞല്ലോ ചരിത്രത്തിലെ നിർണായകമായ ചില തീയതികൾ വരുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ തീയതികളിൽ ഒന്നായിട്ട് ഫെബ്രുവരി 17 മാറുന്നുണ്ടെങ്കിൽ അന്ന് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മൾ സ്വീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ ഏതാണ്ട് ഒരു ഗുണ്ടകളെ, അക്രമികളെ, കിങ്കരന്മാരെ, സ്വയം സേവകന്മാരെ അഴിച്ചുവിടുകയായിരുന്നു. നമ്മൾ വിദേശത്തൊക്കെ പോകുന്ന നേരം വിദേശികളായ ആളുകൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, പശുവിന്റെ പേരിൽ ആളുകളെ തച്ചുകൊല്ലേ? ഗോശാലകൾക്ക് വേണ്ടി പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററുകൾക്ക് നൽകുന്നതിനേക്കാൾ അധികം ബജറ്റ് നീക്കിവെക്കുക. ഉത്തർപ്രദേശിൽ ഒരു കാവ്യവസ്ത്രധാരിയായിട്ടുള്ള ഒരുത്തനെ ഉണ്ടല്ലോ, തലമുണ്ടനം ചെയ്യുന്നതിൽ പ്രത്യേക നിർബന്ധമുള്ള ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോശാലകൾ വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ, ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, നിരക്ഷരതയിലും പട്ടിണിയിലും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ബീഹാറിനോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലും. അത്തരം സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, പട്ടിണി അകറ്റുന്നതിന് വേണ്ടി, സാക്ഷരത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം മുഴുവൻ, പണത്തിന്റെ ഒരു ഭാഗം ഗോശാലകൾ നടത്തുന്ന RSSകാരായ നേതാക്കന്മാർക്കും ഗോശാലകളിൽ വളരെ സുഭിക്ഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കൾക്കും വേണ്ടിയായിട്ട് ചെലവഴിക്കുന്ന രാജ്യം. അത്തരമൊരു രാജ്യം തന്റെ ബാഗിൽ എന്താണോ മാട്ടിറച്ചിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് തീവണ്ടികളിൽ വെച്ച് പരമനിർധനരായ, ദരിദ്രരായ നജീബിനെ പോലെയുള്ള ആളുകളെ അടിച്ചുകൊണ്ടു. 13കാരനായ ഒരു പയ്യനെ അടിച്ചു കൊന്ന് ജീവൻ പോകുന്നതിന് മുമ്പാണ് മരത്തിൽ തൂക്കിയിട്ടിരുന്നത്. അത്തരത്തിലുള്ള അനേകം കേസുകൾ. ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ദളിതുകളെയും പോലീസുകാർ പോയി പിടികൂടുകയും പറ്റുമ്പോൾ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നു, പിടിച്ച് ജയിലിലിടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ വരാനുണ്ട് എന്ന് നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞു എന്നതാണ് ഞാൻ പറഞ്ഞത് നിർഭാഗ്യകരമായ പ്രവചനങ്ങൾ എന്ന് പറയും. പക്ഷേ അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ജാർഖണ്ഡിലുമൊക്കെ മുസ്ലിം സമൂഹത്തിന് ആത്മവിശ്വാസം പകരുന്ന ഒരു വലിയ പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ട് മാറുകയും അതിനനുസരിച്ച് ഹിന്ദുത്വ ഫാഷിസ്റ്റ് വിഭാഗങ്ങളെ പിൻവലിഞ്ഞ് അവരുടെ മാളങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടതില്ല. കാരണം നിങ്ങളാണ് ഇന്ത്യ. എന്റെ മുമ്പിൽ ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന കാഡറ്റുകളും അതിനപ്പുറം സാധാരണ വസ്ത്രം ധരിച്ചിരിക്കുന്ന സഹോദരന്മാരും, ഈ പരിപാടി കാണാൻ വന്നിരുന്ന, നിരീക്ഷിക്കുന്ന, കേൾക്കാൻ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരും, അവരൊക്കെ ചേർന്നിട്ടുള്ള ബഹുമുഖമായ, ബഹുസ്വരമായ
ഒരു ഇന്ത്യയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത്. അതിന്റെ ചിറകുകൾ മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയും മനുഷ്യർക്ക് ആത്മവിശ്വാസം പകരുകയും അവരെ ധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നിരക്ഷരരല്ലാത്ത, ദാരിദ്ര്യം അകറ്റിയിട്ടില്ലാത്ത ഒരു പുതിയ വിപ്ലവ പ്രസ്ഥാനമായി ഈ സമൂഹത്തെ മാറ്റിയെടുക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.